26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. കേരളത്തിൽ സ്വർണ്ണവില ഇന്നും കുറഞ്ഞു. ഇന്ന് 560 രൂപയുടെ ഇടിവാണ് ഉണ്ടായത്. വരും ദിവസങ്ങളിലും വില കുറയാനാണ് സാധ്യത. ക്രൂഡ് ഓയിൽ വില കൂടുന്നതും ഡോളർ സൂചിക ഉയരുന്നതുമാണ് മാറ്റത്തിന്റെ പ്രധാന കാരണം. ആഗോള വിപണിയിൽ ഏറെ കാലത്തിന് ശേഷം സ്വർണ്ണ ഔൺസിന് $4000 താഴെയെത്തി. കേരളത്തിൽ സ്വർണ്ണവില ഇന്നും കുറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ നേരിയ തോതിലാണ് വില കുറഞ്ഞതെങ്കിൽ ഇന്ന് 560 രൂപയുടെ താഴ്ചയാണ് സ്വർണ്ണവിലയിലുണ്ടായത്. വരും ദിവസങ്ങളിലും വില കുറയാൻ തന്നെയാണ് സാധ്യത. ക്രൂഡ് ഓയിൽ വില കൂടുന്നതും ഡോളർ സൂചിക ഉയരുന്നതുമാണ് ഈ മാറ്റത്തിന്റെ പ്രധാന കാരണം. ആഗോള വിപണിയിൽ ഏറെ കാലത്തിന് ശേഷമാണ് സ്വർണ്ണ ഔൺസിന് $4000 താഴെ എത്തിയതും. $3990 ഒരു ഔൺസ് സ്വർണ്ണത്തിന് ആഗോള വിപണിയിലെ വില. ബ്രന്റ് ക്രൂഡ് ഓയിൽ ബാരൽ വില $85 പിന്നിട്ട് കുതിച്ചു. തൊട്ടു പിന്നാലെ ഡോളർ സൂചിക 100.77 എന്ന നിരക്കിലുമെത്തി. രൂപയുടെ മൂല്യം 96.32 എന്ന നിരക്കിൽ. ഇതെല്ലാം കേരളത്തിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. ഇന്ന് 22 ക്യാരറ്റ് ഗ്രാം സ്വർണ്ണത്തിന് 70 രൂപ കുറഞ്ഞ് 13,065 രൂപയായി. പവന് 560 രൂപ കുറഞ്ഞ് 1,04,520 രൂപയും. എന്നാൽ ഈ വിലയല്ല ആഭരണം വാങ്ങുമ്പോൾ നൽകേണ്ടത്. ആഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ച് പണിക്കൂലിയും നികുതിയുമെല്ലാം നൽകേണ്ടി വരും. ചുരുങ്ങിയത് ഒരു 10,000 രൂപയ്ക്കടുത്ത് അധിക ചിലവ് ഈ പവൻമേൽ പ്രതീക്ഷിക്കാം. ഇന്ന് 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 10,735 രൂപയും പവന് 85,880 രൂപയുമാണ് വില. 14 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 8,365 രൂപയും പവന് 66,920 രൂപയും നൽകണം. 9 ക്യാരറ്റ് ആഭരണമാണെങ്കിൽ ഗ്രാമിന് 5,395 രൂപയും പവന് 43,160 രൂപയുമാണ് നൽകേണ്ടത്. അതേസമയം സംസ്ഥാനത്ത് വെള്ളിയുടെ വിലയും കുറഞ്ഞിട്ടുണ്ട്. ഗ്രാമിന് 230 രൂപയും 10 ഗ്രാമിന് 2,300 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ വില 1,07,800 രൂപയായിരുന്നു. ഏറ്റവും കുറഞ്ഞ പവൻ വില 1,03,240 രൂപയും. പിന്നീട് ഇതിനിടയിൽ ഏറിയും കുറഞ്ഞുമാണ് സ്വർണ്ണവില മുന്നോട്ടു പോകുന്നത്. വലിയ തോതിലുള്ള വില ഇടിവ് പ്രതീക്ഷിക്കേണ്ടതില്ല. വൻ കുതിച്ചുചാട്ടത്തിനും സാധ്യതയില്ല. പകരം ഏറിയും കുറഞ്ഞ് മുന്നോട്ടു പോകാനാണ് സാധ്യത. അതേസമയം പശ്ചിമേഷ്യയിലെ യുദ്ധം രൂക്ഷമാവുകയും എണ്ണവില കുതിച്ചുയരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ സ്വർണ്ണവിലയിൽ വലിയൊരു മാറ്റം വരും. പണപ്പെരുപ്പ ഭീഷണി ഉയർന്നാൽ സ്വർണ്ണവില വലിയ തോതിൽ താഴും. നിലവിൽ അത്രയും വലിയ ഭീഷണിയിലേക്ക് വിപണി എത്തിയിട്ടില്ല. ഹോർമസ് കടലിടുക്കിന് പുറമെ ബാബുൽ മന്ദിബ് കടലിടുക്ക് കൂടി അടയ്ക്കൽ ഇറാൻ നീക്കം നടത്തുന്നതായാണ് പുതിയ വിവരം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ വില പറക്കും. ഒപ്പം സ്വർണ്ണവിലയിലും വലിയ മാറ്റം പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.